പള്ളിയിലൊന്നും പോയില്ല പ്രിയങ്ങളെ. പനിയുടെ വയ്യാഴി മതി. മണിക്കുട്ടനാണ് രാവിലത്തെ പാചകം. ചായ കാപ്പി ഇടുക, എനിക്ക് റോസ്റ്റ് ചെയ്യുക. എനിക്ക് റോസ്റ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ജാം ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. 8:30 ആകാറായി കേട്ടോ. ഇപ്പോഴേ എഴുന്നേറ്റത്. പട്ടിടാൻ വയ്യായിരുന്നു. തീ കുറച്ച് വരും. രാവിലെ എഴുന്നേറ്റൊക്കെ ഇന്നലത്തെ അത്രയും തലവേദന, ഇവിടുത്തെ വേദനയൊക്കെ കുറവുണ്ട്. പക്ഷെ ദേഹത്ത് വേദനയുണ്ട്, ഭയങ്കര തളർച്ചയുണ്ട്. നോക്കാം, കുറവില്ലെങ്കിൽ നാളെ എന്തായാലും ഡോക്ടറെ കാണിക്കണം. മോനുകുട്ടൻ രാവിലെ തൊട്ട് തുമ്മുന്നുണ്ട്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനുകുട്ടൻ ബ്രെഡ് റോസ്റ്റ് ചെയ്തു, ഒരു മുട്ടയും ചിക്കി ചായയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ. എനിക്ക് മുട്ട കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ജാം ചേർത്ത് കഴിക്കട്ടെ, ചായയും കുടിക്കാം. കഴിച്ചിട്ട് രാവിലെ കഴിക്കാനുള്ള മെഡിസിൻ ഉണ്ട്. പിന്നെ നമുക്ക് 10 മണിയാകുമ്പം അമ്മയുടെ അടുക്ക് വരെ പോകണ ഒരു ആവശ്യമുണ്ട്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഗുളിക കഴിക്കാനുണ്ട്. ആൻറ്റിബയോട്ടിക്കൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്. ഇന്നലെ എന്തൊരു മഴയായിരുന്നറിയാം, ഭയങ്കര മഴ, ഇടിച്ചു കുത്തി നല്ലൊരു വെയിറ്റ് പെയ്തു. വണ്ടിയല്ലേ, ഞങ്ങൾ അമ്മമ്മ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുവാണ് പ്രിയങ്ങളെ. മണ്ണാന്നോ ചെരുപ്പേലും? പ്രിയപ്പെട്ടവരെ, മാതൃക ടൗൺഷിപ്പിന്റെ ഗുണഭോക്താക്കൾ ഇങ്ങോട്ട് നോക്കിക്കേ, ചക്ക വേവിക്കും. വാ. ഞാൻ ചെറിയ പൊളി ചേർത്തോളെ. ഇവിടെ കാണാൻ വന്ന പോലിടം ജോലിക്ക് പോകും. ഏതായാലും കടവാ, കടം തീരത്തില്ല. ഗതാഗതം എന്തായാലും തുറന്നു കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ റിയാദിൽ നിന്നും കോഴിക്കോടുള്ള എയർലൈൻസ് വന്നതോടുകൂടി ഞങ്ങൾക്ക് പലർക്കും നല്ലൊരു ചക്ക ഇടാൻ പോയേക്കും അമ്മമ്മയുടെ കൂടെ. എൻ്റെ ഇടയ്ക്ക് ഒരു കരിക്ക് വെട്ടി. എനിക്ക് കരിക്കും വെള്ളവും കൊണ്ട് വന്നേ. നീ വേണ്ടാന്ന് പറഞ്ഞ് ചുമക്കൊന്ന് മേടിച്ചു. ചക്ക വറുക്കുക. ഓനിവിടെ 2 ചോള അമ്മയ്ക്ക് തരാം. അവിടെ പച്ച അവിടെ 2 താടാ മോന്. പനിക്ക് നല്ലതാ ചക്ക, കൊണ്ടുപോവാ. ഇവിടെ താട ദുഷ്ട. താ പോന്നെ. ഇല്ല, വയറുവേന എടുക്കത്തില്ല. താ.
അമ്മമ്മ അരിയാനല്ലേ നീ പെറുക്കുന്നു. അവിടെ തോടോ? ഒരെണ്ണം. ये तो बहुत बड़ी कार है। मैं इतनी बड़ी गाड़ी नहीं चला सकती। समझी ना हैरी? अच्छा। ओह, ये कितना क्यूट है। मुझे ये पसंद है। ऐसा रंग चूज करना जिससे मैं भी इस्तेमाल कर पाऊँ। डैड, मैं टीवी के साथ ड्राइव पे जा रहा हूँ। ये कहीं भी खेलना शुरू कर देता है। അയ്യോ എല്ലേ പിടിച്ച് ഞെക്കരുത്, വേദന. എന്ത് മുഖം ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നു? കാൽ താപ്പോട്ട് തിരുമ്പ ഇവിടെ ഇങ്ങനെ ഒത്തയുടെ അവിടെ. അയ്യോ ഉണ്ടങ്ങനെ. പുള്ളി എന്താ ആശുപത്രിയിൽ നിന്നൊക്കെ ഇങ്ങ് വിട്ടതാ. എന്തോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാ ഇനി ഒന്നും ചെയ്യാനില്ല. ഒട്ടയിട്ട് നോക്കിയേക്കളെ. എല്ലാം പോയി, എല്ലാം പഞ്ചറായി പോറ്റോ. അങ്ങനെ അങ്ങനെ ചെറിയ തുറന്നുള്ള ഇച്ചിരി പുറകിലോട്ട് അടക്കുന്നു. ആരടുത്ത് ഞാൻ പിടിക്കട്ടെ. പോയോ പനി? ഒരാൾ ആവി പിടിക്കാൻ കയറിയിരിക്കും അതിനകത്ത്. ആവി ഉണ്ടോ? നല്ല പോലെ കൊള്ളരുത്. ആവി ഫുള്ള് പിടിക്ക്. ആവി തീരുന്നിടം വരെ പിടിക്ക്. തമ്പുരാന്, ഞങ്ങളുടെ തമ്പുരാന് വാ വാ. വലിയ പണിയായിരുന്നു. പഴിച്ചെല്ലാം വൃത്തിയൊക്കെ തുമ്പയൊക്കെ എടുത്തെല്ലാം അഴുക്കാം. നാളെയാന്നാ പറ വരുന്നേ. വാ കുഞ്ഞോ, കാണിച്ചേ, മാമിയെ കാണിച്ചേ. അയ്യോ, ഇതാരാ ടൂട്ടസ് അടിച്ചത്? കൊള്ളാം കൊള്ളാം കൊള്ളാം. കുഞ്ഞയുടെ മൂക്കെന്തേ? കൊള്ളാം കൊള്ളാം. കണ്ണെന്തിയേ? കണ്ണ്. വായെന്തിയേ? നാക്കെന്തിയേ? പല്ലെന്തിയേ? പല്ല്. തല എന്തിയേ? തല. ചെവി എന്തിയേ? കണ്ണെന്തിയേ? എന്തുവാ? വേണ്ട. വയറെന്തിയേ? വയറ്. അങ്ങോട്ട് പിടിച്ചു നോക്കുന്നില്ലല്ലോ. എടുത്തോ? ഹായ് പറഞ്ഞു എല്ലാവർക്കും. ഹായ് പറഞ്ഞു. മാമി നമുക്ക് മേലെ പോവാം.
എന്തേ കുഞ്ഞാ? ആ എടുക്ക കുഞ്ഞാ, ചിരിച്ചേ. എടീ, എടുത്തോളാം ഇങ്ങനെ. ആർക്കും കൊടുക്കണ്ട, അമ്മമ്മയ്ക്ക് എനിക്കൊക്കെ തന്നാ മതി, വേറെ ആർക്കും കൊടുക്കാൻ പറഞ്ഞില്ല. ടീ വെച്ച് കൊടു കുഞ്ഞിന്. അവരിങ്ങോട്ട് വന്ന് എനിക്ക് മുറ്റമൊക്കെ തൂത്ത് തന്ന് കുറച്ചൊരു കൂടി ഇരുന്നിട്ട് അങ്ങോട്ട് പോയി. ഞാൻ രാവിലെ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണികൾ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഒന്നുകൂടി ഒന്ന് റിൻസ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഓൺ ചെയ്തേക്കുന്നു. ഇനി ആ തുണികളെല്ലാം ഒന്ന് വിരിക്കണം, ഒന്ന് മേല് കഴുകണം. രാവിലെ കുളിച്ചായിരുന്നു. പനിയൊക്കെ കുറച്ച് വിട്ടു എന്ന് തോന്നുന്നു. ഇച്ചിരി ആശ്വാസമുണ്ട് ഇന്നലത്തെക്കാട്ടിലും കേട്ടോ. പിന്നെ ആവിയൊക്കെ പിടിച്ചപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. മോനുകുട്ടന് തുമ്മലൊക്കെ ഉണ്ട്. പനിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് മോനുകുട്ടന് ഇന്ന് നല്ലപോലെ ആവിയൊക്കെ പിടിച്ചിട്ടാണ് വന്നത്. പിന്നെ മാറിക്കിടക്കാൻ നമുക്ക് നേരത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ വേറെ ഒരു കട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കയറി വരുന്ന തിണ്ണൊക്കെ ഇട്ടേക്കുന്നത്. അവിടെ മോനുകുട്ടനെ തന്നെ കിടത്താൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി കിടക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ അവിടെയാണ് കിടക്കുന്നത്. അപ്പോഴേ എനിക്കറിയാം മോനുകുട്ടന് പനി പിടിക്കുമെന്നുള്ളത്. അതുപോലെ നല്ല പനിയായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് അമ്മയുടെ അടുക്കൽ നിന്നൊക്കെ കഴിച്ചു. രാത്രിയിലത്തേക്ക് ചോറും ഒക്കെ ഇരിപ്പുണ്ട്. അമ്മ ഇച്ചിരി ചക്കയൊക്കെ തന്നു. അമ്മ തന്ന മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊന്നും പാചകമൊന്നുമില്ല. 2 ദിവസമായിട്ട് വലിയ ഉഷാറല്ലാത്ത വീഡിയോസൊക്കെയാണ്. പിന്നെ എന്താ പറയുന്നത്, മുമ്പിട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേര് എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം. എന്താ പറയുന്നത്, വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ കാണാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അധികം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാത്തത്. ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശേഷം എൻ്റെ ഈ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ സന്തോഷമുള്ള, ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ഓർമ്മകൾ മാത്രമായിരിക്കണം ഇതിൽ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനകത്ത് കലാപവും ചീത്തവിളിയും വഴക്കൊന്നും എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ്. ഇവിടെയും കയറി ചിലരിങ്ങനെ ഒളിഞ്ഞും മറഞ്ഞു വരുന്ന പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരോടായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കേൾക്കേണ്ടവർ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും അവരോടാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേര്, എനിക്ക് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അതിലേറെ ഒത്തിരി ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഇത്രയൊക്കെ എന്നെ മനസ്സിലാക്കുന്ന മനുഷ്യർ എന്നോടൊപ്പം ദൈവം ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. നിങ്ങളോടെല്ലാം അതിനുള്ള സ്നേഹം, നന്ദിയും കടപ്പാടും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരിക്കലും എന്താ പറയുന്നത്, സങ്കടങ്ങളും വിഷമങ്ങളും മാത്രമല്ല ഒരു മനുഷ്യന് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ളതും എല്ലാം മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളത് മാത്രം തിരക്കി പിടിച്ചിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഇടങ്കോലിട്ട് നമ്മളെ വലയ്ക്കാൻ വരുന്നവരെ പറ്റി നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നത് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഇതൊക്കെ വ്യക്തമായ തെളിവോടെ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കേട്ടോ. ഇതൊക്കെ ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ ആരും അറിയില്ല എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വ്യക്തമായ തെളിവോടെ എല്ലാം ദൈവം കൊണ്ട് എത്തിക്കുന്നുണ്ട്. ആര്, എപ്പോൾ, എന്ത്, എങ്ങനെ എന്നൊക്കെ ഉള്ളത്. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം അതിലെനിക്ക് ഒരുപാട് സമാധാനമുണ്ട്. ദൈവം എന്നെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ മുമ്പിൽ കൊണ്ടുവരില്ല. ഈ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു നന്മ ദൈവം എനിക്ക് കരുതി വച്ചിരിക്കുന്നതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ഒപ്പം ദൈവം നിങ്ങളെ എനിക്ക് തന്നതിന്, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നതിന് നിങ്ങളോടും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഞായറാഴ്ച ദിവസമൊക്കെ ഇങ്ങനെ അങ്ങ് പോയി. 2 ദിവസം റെസ്റ്റ് എടുത്തത് കൊണ്ടൊരു ഒത്തിരി ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മേലൊക്കെ കഴുകി ഒന്ന് പ്രാർത്ഥിച്ച് അത്താഴമൊക്കെ കഴിച്ച് കിടക്കാം.
മോനിക്കുട്ടൻ വിശക്കുന്നെന്നും പറഞ്ഞ് കുറച്ച് പാലൊക്കെ എടുത്ത് ഓട്സിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു സാധനം. എന്തിയേക്കളെ അതിൻ്റെ കവർ കാണിച്ചവന്. ഇത് കലക്കിയതാ, എനിക്ക് ഇമ്മിണി തന്ന്. ചൂടോടെ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. വായിക്ക് രുചിയൊന്നുമില്ല പ്രിയങ്ങളെ, രുചിയും മണമെല്ലാം പോയി. വല്ല കോടുമായിരുന്നോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്തിരി വ്യത്യാസമുണ്ട്. തുണിയൊക്കെ കുറച്ച് വിരിക്കാനുള്ളതൊക്കെ കൊണ്ട് വിരിച്ചു. പിന്നെ കുളിയും ജപമൊക്കെ കഴിച്ചു. കുളിച്ചില്ല, തല കഴുകിയില്ല കേട്ടോ. കാരണം ഇന്ന് നമ്മൾ പൊടിയൊന്നും അടിച്ചില്ല. രാവിലെ കുളിച്ച് ഇതായിട്ടാണ് അമ്മയുടെ അടുക്കിലോട്ട് പോയത്. പിന്നെ അതുകൊണ്ട് ഞാൻ തലയൊന്നും കഴുകിയില്ല. പിന്നെ പനിയോ ചുമയൊക്കെ കൂടുമല്ലോ, അതുകൊണ്ട് രാത്രി കുളിച്ചില്ല. എല്ലാവരും എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രാത്രിയിലത്തെ കുളി ഒഴിവാക്കണം. പകൽ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ അത് നടക്കാത്ത കാര്യമാണ്. പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്താ പറയുന്നത്, തുണിയൊക്കെ വിരിച്ചു. ഇനിയിപ്പോൾ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചിട്ട് ചോറുണ്ണാം എന്ന് വിചാരിച്ചു. തുണി മടക്കി വെക്കാനും ഒക്കെ ഒരു യന്ത്രം കൊണ്ടുപിടിച്ചാൽ നല്ലായിരുന്നു അല്ലേ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാത്തിനും എളുപ്പവഴിയാന്നല്ലോ നോക്കുന്നു. കുടിക്കാൻ ഇമ്മിണി വെള്ളം തിളപ്പിക്കണം. നാളെ ഇനി മോനിക്കുട്ടന് സ്കൂളിൽ പോകണമല്ലോ. ഒരേ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് ഞാൻ വിരമിച്ചപ്പോൾ എനിക്ക് എന്തോരം പണിയാന്നറിയാവോ പ്രിയങ്ങളെ. കുറെ പാത്രങ്ങൾ കഴുകി വെച്ചിരുന്നതൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെച്ചു. നമുക്ക് ചോറുണ്ണാം. പൊന്നോ വാ കഴിക്കാം വാ. എൻ്റെ കുഞ്ഞ എനിക്ക് ഇന്നലെ ഇന്നും എല്ലാം ചായ ഇട്ട് തന്നു, ബ്രെഡ് റോസ്റ്റ് ചെയ്ത് തന്നു. അരിഞ്ഞു കൊടുത്തിട്ട് ചക്ക അരിഞ്ഞു കൊടുത്തായിരുന്നു. ചക്ക അരിഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ അമ്മമ്മ ചക്ക വറുത്ത് കൊടുത്തേനെ. കഴിച്ചിട്ട് വരാം. ടാറ്റാ. തീരെ വേണ്ടേ? അല്ല, എനിക്ക് വന്നിട്ട് എടുക്കാം. കഴിച്ചു. ചക്ക പിന്നെ മീൻകറിയും കൂട്ടി കഴിച്ചോളാം. അതായി പറയുന്നത്. യോ പിന്നെ ഒരു ഇമ്മിണി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ എടുത്തേ. ഞാൻ പറഞ്ഞില്ല വായിക്ക് രുചി തോന്നാത്തത് കൊണ്ട് 2 കഷ്ണം നാരങ്ങയും കൂടെ എടുത്തു. ഇവിടെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ. കഴിക്കട്ടെ. എന്നും പറയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം. നിങ്ങൾ തരുന്ന സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂല പ്രിയങ്ങളെ. മുന്നോട്ട് ജീവിക്കാൻ നിങ്ങളുടെ വാക്കുകൾ തരുന്ന പ്രചോദനം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. എല്ലാവരോടും ഒരുപാട് സ്നേഹം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.